നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഇടകലർന്നതാണ്. സന്തോഷവും സന്താപവും, നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഇടകലർന്നതാണ് ജീവിതം. ദുഃഖത്തെ നമ്മൾ നേരിട്ടേ പറ്റൂ. നമ്മുടെ നെഗറ്റീവുകളെയും നമ്മൾ അതേപോലെ തന്നെ നേരിട്ടേ പറ്റൂ. ഇന്ന് ബിഗ് ബോസിൽ ഒരു നല്ലൊരു ഗെയിം തന്നെയാണ് മത്സരാർത്ഥികളുടെ മുന്നിൽ ബിഗ് ബോസ് വെച്ചത്. ഇഷ്ടമുള്ള ഒരാളെ ഒരു പേരിട്ട് എന്താണ് അയാളോടുള്ള ഇഷ്ടം തോന്നാനുള്ള കാരണം, അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു പേര് ഒരാളെ വിളിക്കുക. അങ്ങനെ ഒരു ടാസ്ക്. ആ ടാസ്ക് വളരെ നന്നായിട്ടുണ്ട്. ഈ ടാസ്ക് വ്യക്തിത്വ വികാസത്തിന് വളരെയധികം ഫലപ്രദമാണ്. ഈ പോസിറ്റീവായിട്ടുള്ള വിളികളെ എങ്ങനെ നേരിടുന്നുവെന്നും നെഗറ്റീവായിട്ടുള്ള വിളികളെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുവെന്നും വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, നല്ലൊരു ഗെയിമാണ് ഇന്ന് ബിഗ് ബോസിൽ കളിച്ചത്. ഇവിടെ രേണു സുധിയെ ഒരു മത്സരാർത്ഥി വളരെ മോശം പേരിൽ വിളിച്ചു. രേണു സുധി ആളെ തിരിച്ചും ഒരു മോശം പേർ വിളിച്ചു. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാനിത് മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പൂതിരിയെ ഒരാൾ വളരെയധികം മോശം പറഞ്ഞപ്പോൾ, തെറി വിളിച്ചപ്പോൾ, നമ്പൂതിരി അയാളെ പപ്പടം തീനിയെന്നും പഴം തീനിയെന്നൊക്കെയാണ് തിരിച്ചു വിളിച്ചത്. ഇവിടെ വിളിക്കുന്നവരുടെ മനോഭാവമാണ് അവിടെ കാണുന്നത്. ഒരു സെപ്റ്റിക് ടാങ്കി എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആൾ അത്രയും മാലിന്യമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ സെപ്റ്റിക് ടാങ്കിൽ നിറയെ മാലിന്യമുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ മാലിന്യങ്ങളുടെയും ടോട്ടലായിട്ട് സംഭരിച്ചു വെക്കുന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിലൊക്കെ അത് വലിയൊരു മോശപ്പേരായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ആ വിളിച്ചാൾ. അതുപോലെ തന്നെ തിരിച്ചു വിളിച്ച രേണു സുധി വേട്ടപ്പട്ടി. ഈ വേട്ടപ്പട്ടി രേണു സുധിയുടെ മുന്നിലും വലിയൊരു പ്രതീകമാണ്. തന്നെ ആക്രമിക്കുന്നവരെ വിടാതെ പിന്തുടർന്ന് അവരെ പിടിക്കുന്ന ഒരു പട്ടിയാണ് വേട്ടപ്പട്ടി. അപ്പോൾ ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ സ്വഭാവ സവിശേഷതകളിൽ നിന്നാണ് ആ പേര് സെലക്ട് ചെയ്തത്. ഇത് വളരെ അതിശയകരം തന്നെ. വളരെ ചിന്തനീയമായുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസിൽ സംഭവിക്കുന്നത് എന്നത് എനിക്ക് അതുമായിട്ടൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ ആകുന്നില്ല. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, എൻ്റെ ഒരു രീതി, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഓരോ പേരും വിളിക്കുന്നവർ അവരവരുടെ ഉള്ളിലേക്ക് തന്നെയാണ് കൂടുതൽ കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ പേരുകളൊന്നും അതായത് അവരവരുടെ ഉള്ളിലുള്ള പ്രതിഫലനമാണ് അത് മറ്റുള്ളവരിൽ കാണുന്നത് എന്നതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിലെ വിഷമിച്ച് പോകരുത്, തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഒരു കുറച്ച് സമയത്തേക്ക് പതറിയേക്കാം, അതിനെക്കുറിച്ച് ചിന്തിച്ചേക്കാം, തളർന്നേക്കാം, കരഞ്ഞേക്കാം. പക്ഷേ അതെല്ലാം ഏറ്റവും നല്ലതിനു വേണ്ടി മാത്രമേ സംഭവിക്കൂ. ഈ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു സെന്റൻസും കൂടി, ബൈബിളിലത്തെ ഒരു സെന്റൻസും കൂടി പറയണമെന്ന് തോന്നി. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതികൾക്കായി വിളിക്കപ്പെട്ടവർക്ക് ദൈവം
എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. തിന്മകൾ പോലും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഒരു തിന്മ തനിക്ക് സംഭവിക്കുന്നത് പോലും നല്ലതിനായി വരുത്തുന്നു. താങ്ക് യു.